وعلى آله وصحبه أجمعين وبعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അപ്പോൾ ഒതായി മണ്ഡലം സംഘടിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥി സമ്മേളനത്തിലാണ് നമ്മൾ ഓരോരുത്തരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നിങ്ങളിൽ പലരും ചായ കുടിക്കുന്ന തിരക്കിലായിരിക്കും, പിന്നെ സമ്മാനം കിട്ടിയതിൻ്റെ പൊലിവിലായിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് നേരം ചെയ്യാം, കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, എന്നിട്ട് നമുക്ക് വീണ്ടും നിങ്ങളുടെ സംസാരത്തിലേക്ക് മടങ്ങാം. ഓക്കെ, അപ്പോൾ എല്ലാവരും എഴുന്നേറ്റുന്നാൽ നന്നായി. ഒന്ന് എഴുന്നേറ്റില്ല, ചായ കുടിക്കുന്നവരൊക്കെ സൂക്ഷിച്ച് എഴുന്നേറ്റില്ല. ചായ മറ്റുള്ളവരുടെ മുഖത്തേക്കും ചിന്തരുത്. ഓക്കെ, പതുക്കെ പതുക്കെ എഴുന്നേറ്റാൽ മതി. ഓക്കെ, ഒന്ന് റെഡിയാവാം, ഒരു സെഷനിൽ വേണ്ടി റെഡിയാവാം. ഓക്കെ, കൈയും കാലൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് മൂവ് ചെയ്തിട്ട് ഇരിക്കുക. ഓക്കെ, സെറ്റായിട്ട് ഒന്ന് ചെയ്യുന്നോളൂ. ഓക്കെ, ആരംഭിക്കാൻ വിചാരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളമുള്ള വിഷയം എന്നുള്ളത് ലിബറലിസം ക്യാമ്പസുകളെ പിടിമുറുക്കുന്നു എന്നുള്ളതാണ്. പിറകിലേക്ക് അപ്പോ നിങ്ങൾ കാണുന്നത് എന്താണ് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ട്. എന്താണ്? ഒരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഓക്കെ, ഒരു ഫുട്ബോളിന് ഭംഗി, ഏത് ഗെയിമിന്റെയും ഭംഗി എന്താണ് എന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഒരു കളി കളിക്കുമ്പോൾ ആ കളിയിലൂടെ നമ്മളിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഡോപ്പമൈൻ ഉണ്ട്, ഒരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കളി രസമാകുക, നമ്മൾ പറയും ഹരമുണ്ട് പറയും. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഒരു കളി മാറുന്നത്? അതിനുള്ള ഏറ്റവും ഒരു ഉദാഹരണം ഞാൻ ചോദിക്കാം. ഇപ്പോ ഇതിൽ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ ത്രോ ലൈൻ പുറത്തിലൂടെ പന്ത് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റില്ല. സ്വാഭാവികമായിട്ട് എന്താവും? അതെന്താവും? ത്രോ ആവും. നിങ്ങളെ അവിടുന്ന് പിന്നെ നിങ്ങൾ പുറത്തേക്ക് നിങ്ങളാണ് പന്ത് അടിച്ചതെങ്കിൽ എന്ത് ചെയ്യണം? എതിർ ടീമിൽ അവിടുന്ന് എന്ത് ചെയ്യാൻ പറ്റും? ത്രോ എറിയാൻ പറ്റും. അവിടുന്ന് അതേപോലെ തന്നെ നിങ്ങൾക്ക് കൈകൊണ്ട് കളിക്കാൻ പറ്റുമോ? ഇല്ല. ഗോളിക്ക് മാത്രം ഈ പറയുന്ന ഏരിയയിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കൈകൊണ്ട് പിടിക്കാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള ഏരിയയിൽ എല്ലാവരും എന്ത് ചെയ്യണം? കാലുകൊണ്ട് കളിക്കണം. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഗെയിമിന്റെ രസം എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്താണ്? അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിന് ചില നിയമങ്ങളുണ്ട്, ചില പരിമിതികളുണ്ട്, ചില പരിധികളുണ്ട്. ആ പരിധിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഗെയിം നമ്മളെ ആസ്വദിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങളെ ഗെയിംസ് കളിക്കാറുണ്ടോ? ഈ ഗെയിം വീഡിയോ ഗെയിംസ് അങ്ങനെ കളിച്ചിട്ടുണ്ടോ? കളിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രസം എന്താണെന്ന് വെച്ചാൽ ചീറ്റ് കോഡ് എടുക്കാറുണ്ട്. ആരെങ്കിലും ഏതെങ്കിലും ഗെയിം കളിക്കുമ്പോൾ ചീറ്റ് കോഡ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കളി എത്ര രസം ഉണ്ടാവില്ല. ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ രസം നഷ്ടപ്പെടും. ഇപ്പൊ ഗെയിം എന്തുകൊണ്ട് നമ്മൾ അഡിക്റ്റഡ് ആവുമെന്ന് ചോദിച്ചാൽ, ഇപ്പൊ വീഡിയോ ഗെയിമിന്റെ ഒക്കെ അത് അഡിക്റ്റ് ആയിട്ടുള്ള മാനസിക രോഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ ഗെയിമിംഗ് ഡിസോർഡർ ഒക്കെ ഉണ്ടാകുന്നതിന് ഒരു പ്രധാന കാരണം പരിശോധിക്കുമ്പോൾ അത് നമുക്ക് ഹരമാകുന്നതിന്റെ ഒരു റീസൺ, അതിന് ചില ലെവലുകൾ ഉണ്ട്, അതിന് ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ചില പോയിന്റുകൾ നമ്മൾ നേടണം. അപ്പൊ നമ്മൾക്ക് റിവാർഡ് കിട്ടും. അപ്പൊ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം ഉണ്ടാവും. നമ്മുടെ തലച്ചോറിൽ ഡോപമൈൻ ഉത്പാദിപ്പിക്കപ്പെടും. അപ്പൊ ഞാൻ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, എന്തിനും ഒരു ഗെയിമിഫിക്കേഷൻ നൽകുന്നത്, ഹരം നൽകുന്നത്, രസം നൽകുന്നത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാകുമ്പോഴാണ്. ഇതിനുള്ളിൽ ഒരാൾ കളിക്കുമ്പോൾ ഒരാൾ കൈകൊണ്ട് ബോൾ പിടിക്കുകയാണ്. കൈകൊണ്ട് ബോൾ പിടിച്ചിട്ട് അയാൾ പറയുന്നത് എന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ ഫ്രീഡാണ്, ഞാൻ ഇഷ്ടമുള്ള പോലെ കളിക്കും. അങ്ങനെ ഒരാൾ തീരുമാനിച്ചാൽ സ്വാഭാവികമായിട്ടും എന്താണ് സംഭവിക്കുക? കളിന്റെ രസം നഷ്ടപ്പെടും. ഒരാൾ കൈകൊണ്ട് കളിക്കുന്നു, ഒരാൾ കാലുകൊണ്ട് കളിക്കുന്നു, പറ്റില്ല. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഏത് ഗെയിമിന്റെയും രസത്തെ നിശ്ചയിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത് ചുരുക്കം. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ്? നിങ്ങൾ ട്രാഫിക് കണ്ടിട്ടില്ലേ? നിങ്ങൾ റോഡിലൂടെ പോയിട്ടില്ല? അപ്പൊ നിങ്ങൾക്കറിയാം ഏത് ഭാഗത്തു കൂടെയാണ് വണ്ടി ഓടിക്കേണ്ടത്? ഏത് ഭാഗത്തു കൂടിയാണ്? ഇടത് ഭാഗത്തൂടെ. വണ്ടി ഓടിക്കേണ്ടത് ഇടത് ഭാഗത്തു കൂടിയാണ്. നിങ്ങൾ അങ്ങനെ റൂൾസ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കും. ഇടത് ഭാഗത്തു കൂടി ഓടിക്കലൊന്നും ഇല്ല, അതുപോലെ തന്നെ സിഗ്നൽ ഇല്ല. സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് ഇതായിരിക്കും, കെയോസ് ആണ്. നമ്മൾ വിചാരിക്കും ഫ്രീഡം കൂടുന്നതിനനുസരിച്ച്, നമ്മൾക്ക് അബ്സല്യൂട്ട് ഫ്രീഡം ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ സന്തോഷവും കൂടുതൽ സുസ്ഥിതിയും സമാധാനവും കിട്ടും. അങ്ങനെയല്ല സംഭവിക്കാം. മറിച്ച് കൂടുതൽ കെയോസിലേക്കാണ് നമ്മൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോൾ സംഭവിക്കുക എന്നതാണ് ഞാൻ പറയാൻ വരുന്നതിന്റെ ചുരുക്കം. നെക്സ്റ്റ് സ്ലൈഡ്. ഞാൻ പറയുന്നതിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ ഇത് മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഏത് രംഗത്തായിരുന്നാലും സമാധാനവും സന്തോഷവും നമ്മൾക്ക്, ആനന്ദവും നമ്മൾക്ക് അനുഭവിക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും ഏത് സിസ്റ്റവും പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് രാജ്യത്തിൽ നിയമങ്ങളുള്ളത്,
അതുകൊണ്ടാണ് വാഹനം ഓടിക്കുമ്പോൾ ഇന്ന നിയമങ്ങൾ നിങ്ങൾ പാലിക്കണം എന്ന് പറയുന്നത്. അത് പാലിച്ചില്ല എങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായി കൊണ്ടുള്ള പ്രശ്നങ്ങളിലേക്ക്, സാമൂഹ്യമായ പ്രശ്നങ്ങളിലേക്ക്, വ്യക്തിപരമായി കൊണ്ടുള്ള അപകടങ്ങളിലേക്ക് നമ്മൾ വീഴും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്നതിന്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ ലിബറലിസം എന്ന് പറയുന്ന ആശയം നമ്മുടെ ക്യാമ്പസുകളിൽ വളരെ വ്യാപകമായി കൊണ്ട് കടന്നു വരുന്നു. എന്താണ് ലിബറലിസം എന്ന് നമ്മൾ ആലോചിക്കുന്നുണ്ടാവും. ലിബറലിസം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എല്ലാത്തിന്റെയും ഉടമസ്ഥൻ, അയാളുടെ ശരീരത്തിന്റെ, അയാളുടെ സ്വത്തിന്റെ എല്ലാം ഉടമസ്ഥൻ അയാൾ തന്നെയാണ് എന്നൊരു പ്രമിസിൽ നിന്നാണ്, എന്നൊരു നിഗമനത്തിൽ നിന്നാണ്, അടിസ്ഥാനത്തിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു അത് ലിബറലിസം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ആശയമാണ്, അഥവാ വ്യക്തി കേന്ദ്രീകൃത ആശയമാണ്. അങ്ങനെ പറഞ്ഞാൽ അവിടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് വ്യക്തിയാണ്, വ്യക്തിയുടെ സ്വാതന്ത്ര്യവും വ്യക്തിയുടെ ചോയ്സുകളും ഒക്കെയാണ്. അപ്പൊ സ്വാഭാവികമായും ആ ചോയ്സുകളെയും സ്വാതന്ത്ര്യത്തെയും തടസ്സപ്പെടുത്തുന്ന എന്തെന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ മതമാകാം, അത് ചിലപ്പോൾ ഏതെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആകാം, അതുപോലെ തന്നെ അത് ചിലപ്പോൾ മാതാപിതാക്കളാകാം. ഇതെല്ലാം പ്രശ്നമാണ്, അവിടെ പ്രശ്നമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലിബറലിസത്തിൽ പോലും, ലിബറൽ രാജ്യങ്ങളിൽ പോലും രാജ്യത്തിന് നിയമങ്ങളുണ്ട്. എന്തിനാണ് നിയമങ്ങൾ വെക്കുന്നതെന്ന് ചോദിച്ചാൽ നിയമങ്ങൾ ഇല്ലാത്ത ഒരു രാജ്യമോ സംവിധാനമോ ഭയങ്കരമായിട്ടുള്ള അപകടത്തിലേക്കായിരിക്കും പോകുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഇവിടെയാണ് നമ്മൾ ലിബറലിസത്തിൽ നിന്ന് ഇസ്ലാം എന്താണ് വ്യത്യസ്തമാകുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലിബറലുകളായാലും മുസ്ലിങ്ങളായാലും രണ്ടും ഒരുപോലെ അംഗീകരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഒരു സ്വസ്ഥതയ്ക്ക്, സമാധാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ അംഗീകരിച്ചേ മതിയാകും. ലിബറലുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സും അവരുടെ ഡിസയറുകൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ താല്പര്യങ്ങൾ, ഇതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നു മനുഷ്യന്റെ മുന്നോട്ട് പോക്കിനും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിജയത്തിനും നിദാനമാവുന്ന എന്താണെന്ന് ചോദിച്ചാൽ അവനെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവിന്റെ വിധിവിലക്കുകളാണ്. അപ്പൊ എനിക്കൊരു കാര്യം നന്മയാണെന്ന് തോന്നാം, എനിക്കൊരു കാര്യം ഈ സമൂഹത്തിന് തിന്മയാണെന്ന് തോന്നാം, ചിലപ്പോൾ തിന്മയാകണമെന്നില്ല, അത് യഥാർത്ഥത്തിൽ മനുഷ്യന് ഗുണം നൽകുന്നതായിരിക്കാം. അതുപോലെ തന്നെ എനിക്കൊരു കാര്യത്തെ കുറിച്ച് അതൊക്കെ പ്രശ്നമില്ലാത്ത കാര്യമാണല്ലോ, അതിപ്പോ ചെയ്യണമെന്ന് എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മാനസികമായിട്ടുള്ള അനുഭവപ്പെടാം. പക്ഷെ അത് സമൂഹത്തെ നമ്മൾ മൊത്തത്തിൽ അന്വേഷിക്കുമ്പോൾ അത് സമൂഹത്തിന് വലിയ ദുരന്തമായിരിക്കും. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് വെച്ചാൽ ലിബറലിസവും ഇസ്ലാമും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് നമ്മൾ ആത്യന്തികമായി മനസ്സിലാക്കുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഒരിടത്ത് അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു, അപ്പോൾ നമ്മൾ മുസ്ലിങ്ങളാകുന്നു. ഒരു സ്ഥലത്ത് സ്വന്തം ഡിസയറുകൾ, സ്വന്തം താല്പര്യങ്ങൾ, സ്വന്തം ഹവകൾ, സ്വന്തം ദേഹേച്ഛകളെ സ്വീകരിക്കാൻ, അതിനനുസരിച്ച് സ്വന്തം വിധിവിലക്കുകൾ നിർണ്ണയിക്കാൻ ഒരു കൂട്ടം തയ്യാറാകുന്നു. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ലിബറലിസം എന്ന് പറയുന്ന ആശയത്തിന്റെ പ്രശ്നം ഇതാണ്. രണ്ടാമത്തേതായിക്കൊണ്ട് ഈ ലിബറലിസത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു, ഇതൊരു വ്യക്തി കേന്ദ്രീകൃത ആശയമാണ്. സ്വാഭാവികമായും വ്യക്തിയാണ് ഇവിടെ ഏറ്റവും പരമപ്രധാനം. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഡയലോഗ് ഉയർന്നു കേൾക്കുന്നത്, മൈ ബോഡി മൈ ചോയ്സ്. ഈ ചോയ്സിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ എന്റെ ശരീരത്തിന്റെ എല്ലാത്തിന്റെയും ഉടമസ്ഥൻ ഞാനാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ചോയ്സ് എടുത്തു, അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല എന്ന് നമ്മൾ സ്വയം എന്ത് ചെയ്യുന്നു, തീരുമാനിച്ചു കളയുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ മാതാപിതാക്കൾ എന്തെങ്കിലും നമ്മൾ ചോയ്സ് എടുത്ത് തടഞ്ഞാൽ ശരിയല്ല, അത് ചെയ്യണ്ട. അപ്പൊ മാതാപിതാക്കൾ പ്രശ്നക്കാരാണ്. എന്റെ സ്വാതന്ത്ര്യത്തിന് തടസ്സമാണ്, എന്റെ ചോയ്സിന് തടസ്സം നിൽക്കുന്ന, എന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് തടസ്സം നിൽക്കുന്ന പ്രശ്നക്കാരാണ് മാതാപിതാക്കൾ. മതം പറയുന്നു അത് കുടിക്കരുത്, ഇത് കഴിക്കരുത്, ഇത് ചെയ്യരുത് എന്ന് ചില ഹറാമുകൾ ഇസ്ലാമിലുണ്ട്, ചില നിഷിദ്ധങ്ങൾ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വരുമ്പോ അത് എന്റെ ചോയ്സിനെ തടയുന്ന ഒന്നാണ്, എന്റെ ഡിസൈറിനെ തടയുന്ന ഒന്നാണ്. അതുകൊണ്ട് എനിക്കത് അംഗീകരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ലിബറലിസത്തെ കുറിച്ച് നിങ്ങൾക്ക് ചുക്കും അറിയില്ല. ലിബറലിസം എന്താണ്, എങ്ങനെയൊക്കെയാണ് അതിന്റെ ആർഗ്യുമെന്റ്സ്, അതിന്റെ ഫൗണ്ടേഷൻസ് എന്താണ്, അത് ഇവിടെ ഇരിക്കുന്ന ആർക്കും അറിയണമെന്നില്ല. പക്ഷെ എന്നിട്ട് നമ്മൾ പറയുന്നു നമ്മുടെ ക്യാമ്പസുകളിൽ ലിബറലിസം എന്ത് ചെയ്യുന്നുണ്ട്, പിടിമുറുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു ഉദാഹരണത്തിലൂടെ കടന്നു പോകാം. നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ, ഇത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വതന്ത്ര ചിന്തകരിൽപ്പെട്ട ഒരാളാണ്, ഏറ്റവും നല്ല ലിബറൽ ആണെന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയുടെ ഒരു തംബ്നെയിലാണ് ഞാൻ സൂചിപ്പിച്ചത്. ഈ വീഡിയോയിൽ അദ്ദേഹം സംസാരിക്കുന്നത് ലഹരി. നെക്സ്റ്റ് സ്ലൈഡ്. അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലഹരി ഇതൊക്കെ പ്രശ്നമാണ്. നമ്മുടെ നാട്ടിൽ കഞ്ചാവ് അടിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം. ശരിയാണ്, നമ്മുടെ നാട്ടിൽ മദ്യം കഴിക്കാം, മദ്യം കഴിക്കുന്നത് ലീഗലാണ്. നമ്മൾക്ക് മതപരമായി ഹറാമായതുകൊണ്ട് നമ്മൾ തൊടാൻ പോകില്ല. പക്ഷെ മദ്യം കഴിക്കുന്നത് ലീഗലാണ്.
ഇതുപോലെ കഞ്ചാവ് അടിക്കുന്നതും നമ്മൾ ലഹരി കഴിക്കുന്നതും ഈ പറഞ്ഞ രൂപത്തിലുള്ള MDMA നമ്മുടെ റൂമിൽ ഇരുന്ന് നമ്മൾ അടിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പുകക്കുന്നു, നമ്മൾ മുമ്പിലേക്ക് വലിച്ചു കയറ്റുന്നു. ഇതുകൊണ്ട് നാട്ടിലുള്ള പ്രശ്നം. ഇത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം പോലും നമ്മുടെ നാട്ടിൽ അപ്പയും പോലീസൊന്നും ഉണ്ടോ? അപ്പൊ പറഞ്ഞാൽ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു പരാതി എന്നുള്ളത്. ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും പ്രശ്നത്തെ കുറിച്ച് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരേണ്ട ഒരു ആവശ്യവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു ആരോഗ്യ ശാസ്ത്രത്തിന്റെയും അടിസ്ഥാന ഡാറ്റാബേസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്ത്, ഈ മദ്യവും മയക്കുമരുന്നും ലഹരിയും എല്ലാം ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ്, നശിപ്പിക്കുന്നതാണ് എന്നുള്ളത്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു തിന്മ പോലും ഞാൻ എടുത്തൊരു ചോയ്സ് ആണ് എന്നുള്ളത് കൊണ്ട് സമൂഹം അംഗീകരിക്കണം എന്നൊരു അവസ്ഥ സമൂഹത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? സ്പീഡ് കൂടുതലാണെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, പക്ഷെ അതിനെ കുറക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞ ശുദ്ധി എന്താണെന്ന് വെച്ചാൽ, ലഹരി നിങ്ങൾ നിരോധിക്കുന്നതിനെ കുറിച്ച്, ലഹരി നിരോധിക്കരുത്. അദ്ദേഹം ഒരു കുറഞ്ഞ അളവിൽ അത് ഉപയോഗിക്കാൻ വേണ്ടി എല്ലാവർക്കും അനുവാദം നൽകണം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് ലിബറലുകൾ സ്വപ്നം കാണുന്ന ഒരു ലോകം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചോയ്സിനനുസരിച്ച് നമ്മൾക്ക് എന്തും തിരഞ്ഞെടുക്കാൻ പറ്റണം. ഇവിടെ ഉണ്ടാകുന്ന ആകെ പ്രശ്നം, സമൂഹത്തിൽ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെങ്കിൽ മാത്രമേ അതൊരു തെറ്റായി മാറുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്ന ചുരുക്കം എന്താ വെച്ചാൽ, നമ്മുടെ സംസ്ഥാനങ്ങളിലും ഈ ലിബറലിസത്തിന്റെ ഭാഷ പലപ്പോഴും പതിയെ പതിയെ കടന്നു വരാറുണ്ട്. നമ്മൾ പല തിന്മയും ചെയ്യും, എന്നിട്ട് ആ തിന്മ ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് ആരെങ്കിലും ബോധ്യപ്പെടുത്തിയാൽ ഇതുകൊണ്ട് ആൾക്കാർക്കുള്ള പ്രശ്നം, ഇതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവുമോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പൊ നമ്മുടെ ഡിസയറിനെ നമ്മൾ ദൈവമായി സ്ഥാപിക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹു ഹവ, തീർച്ചയായും തന്റെ ദേഹേച്ഛയെ ദൈവത്തിന് പകരം സ്ഥാപിച്ചവനെ നീ കണ്ടുപോ എന്നുള്ളതാണ്. ലിബറലിസത്തിന്റെ ഇസ്ലാമിന്റെ ക്രിറ്റിസിസം ആയിക്കൊണ്ട് നമ്മൾക്ക് അതിനെ കാണാൻ സാധിക്കുന്നതാണ്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യരിൽ ഒരു വലിയ വിഭാഗം, ആ വിഭാഗം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവരുടെ ദൈവം എന്നുള്ളത് അവരുടെ ദേഹേച്ഛകളാണ്, അവരുടെ ഇഷ്ടങ്ങളാണ്, അവരുടെ ഡിസയറാണ്. ഇതാണ് ലിബറലിസത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് ചുരുക്കം. ഇവിടെയാണ് നമ്മൾ വ്യത്യസ്തരാകുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഡിസൈനുകളല്ല നമ്മളുടെ ദൈവം. നമ്മൾ പ്രഖ്യാപിക്കുന്നു, ഞാൻ എന്താണ് ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സൃഷ്ടാവിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് പ്രഖ്യാപിക്കാൻ നമ്മൾ തയ്യാറാകുന്നു. അതിനനുസരിച്ച് നമ്മൾ വസ്ത്രം ധരിക്കുന്നു, അതിനനുസരിച്ച് നമ്മൾ ഭക്ഷണ പാനീയങ്ങളിൽ ചിലത് ഉപേക്ഷിക്കുന്നു. നമ്മൾ മദ്യപിക്കുന്നില്ല, ലഹരി ഉപയോഗിക്കുന്നില്ല. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല? ലഹരിയോട് നമ്മൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. ലഹരിയോട് നമ്മൾക്ക് എന്തെങ്കിലും അതൊരു ചിലപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും സുഖം നൽകില്ല എന്ന അഭിപ്രായം നമ്മൾക്കുള്ളത് കൊണ്ടല്ല, മറിച്ച് നമ്മൾക്കറിയാം അതിലെന്ത് സുഖമുണ്ടെങ്കിലും എന്ത് ആനന്ദമുണ്ടെങ്കിലും അള്ളാഹു അത് വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് ഉപയോഗിക്കില്ല എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ലിബറലിസത്തിൽ ഡിസൈറുകളുടെ സ്വന്തം ദേഹേച്ഛയുടെ അടിമയായി മാറുമ്പോൾ ഒരു മുസ്ലിം അള്ളാഹുവിന്റെ വിധിവിലക്കുകളുടെ അള്ളാഹുവിന്റെ അടിമയായി സ്വയം പ്രഖ്യാപിക്കുന്നു. ഇതാണ് ഫണ്ടമെന്റൽ ആയിക്കൊണ്ടുള്ള വ്യത്യാസം, അടിസ്ഥാനപരമായ വ്യത്യാസം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോ ഈ ഒരു ഡിസൈറിന്റെ ഒരു എക്സ്ട്രീം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ എല്ലാം ഈ രൂപത്തിലാണ് മുന്നോട്ട് പോവുക. ലവ് ഈസ് ലവ്. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ആൺകുട്ടി പ്രണയിക്കാൻ മാത്രം, ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടി, ഇത് മാത്രമല്ല എന്റെ താല്പര്യങ്ങളുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ആൺകുട്ടിയോട് തന്നെയാണ് ഇഷ്ടം തോന്നുന്നത്, നമ്മൾ അവരെ ഗേ എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ ഒരു പെൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് തന്നെ ലൈംഗിക താല്പര്യം തോന്നുന്നത് നമ്മൾ എന്താ പറയുക, ലെസ്ബിയൻ എന്ന് പറയാം. അപ്പൊ എനിക്കൊരു പെൺകുട്ടിയോടാണ് തോന്നുന്നത്. അപ്പൊ എന്റെ ലവ് അത് എനിക്ക് തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് വേണം. അല്ലാതെ എന്നോട് ഇത് ശരി അത് തെറ്റെന്ന് ആരും എന്ത് ചെയ്യാൻ പാടില്ല, പറയാൻ പാടില്ല. അതുകൊണ്ടാണ് ലിബറൽ ലോകത്ത് നിന്ന് ലവ് ഈസ് ലവിനെ പോലുള്ള ഇത്തരത്തിലുള്ള വാദങ്ങൾ ഉയർന്നു കേൾക്കുന്നത്. അപ്പൊ എത്രത്തോളം വെച്ചാൽ ലവ് മാത്രമല്ല തിരഞ്ഞെടുക്കുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സ്വയം തിരഞ്ഞെടുക്കുന്നത് നെക്സ്റ്റ് അവരെ സ്വന്തം ജെൻഡർ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ അവർ സ്വന്തം അവർ സ്വന്തം ജെൻഡർ തിരഞ്ഞെടുക്കുന്നു. ഇത് പ്രധാനപ്പെട്ട ഒരു സ്ത്രീയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏകദേശം 60-58 വയസ്സുണ്ട്. അവർ സ്വയം പ്രഖ്യാപിക്കുന്നത് വെച്ചാൽ ഞാനൊരു ചെറിയ വയസ്സുള്ള കുട്ടിയാണ്. അവർ സ്വന്തം ഏജ് വരെ തിരഞ്ഞെടുക്കുന്നു. അഥവാ ഒരാൾ വന്ന് നിങ്ങൾ എന്നെ കണ്ടാൽ പറയും ഞാൻ പുരുഷനാണെന്ന് പറയാം. പുരുഷന്റേതായ ലൈംഗിക അവയവങ്ങളും പുരുഷന്റേതായ അടയാളങ്ങളൊക്കെ എനിക്കുണ്ട്. പക്ഷെ ഞാൻ സ്വയം ഐഡന്റിഫൈ ചെയ്യാണ്. ഞാൻ എന്താണ്, ഞാനൊരു പെണ്ണാണെന്ന് പറഞ്ഞാൽ നിങ്ങളെന്തായിട്ട് എന്നെ അംഗീകരിക്കണം, പെണ്ണായിട്ട് എന്നെ അംഗീകരിക്കണം. അവരുടെ നമ്മൾ ട്രാൻസ് വുമൺ എന്ന് വിളിക്കാം. ഇനി ഇവിടെ ഒരു പെൺകുട്ടി എന്ന് പറയാൻ ഞാനൊരു ആണാണ്, ഞാൻ ജെൻഡർ ഐഡന്റിഫൈ ചെയ്യുന്നത് ആണായിട്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിട്ട് അംഗീകരിക്കണം, ആണായിട്ട് അംഗീകരിക്കണം. അഥവാ അവരുടെ ഈ ചോയ്സിന്റെ എക്സ്ട്രീമുകൾ പോലും
അംഗീകരിക്കേണ്ട ഒരു സാമൂഹ്യ സാഹചര്യത്തെയാണ് ഈ ലിബറലിസം എന്ത് ചെയ്യുന്നത്, നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇതൊക്കെ എന്നെ ബാധിക്കുന്നതാണോ? നിങ്ങൾ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകം എടുത്ത് പരിശോധിക്കുക, അതിൽ SSC ഉണ്ടാവും, ജെൻഡറും സെക്സും രണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ആശയം വളരെ സമർത്ഥമായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ ബയോളജി പുസ്തകത്തിലും ഇതേ പാഠം ജെൻഡറും സെക്സും ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞ് ഇതേ ആശയം നിങ്ങളുടെ ജെൻഡർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പൊ കുറെ ആളുകൾ ചോദിക്കാൻ, ജെൻഡർ മാത്രം എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത്? എന്റെ വയസ്സ് എനിക്ക് തിരഞ്ഞെടുക്കാം. അപ്പൊ 34-കാരൻ വന്നിട്ട് പറയുന്നു ഞാൻ 6 വയസ്സുകാരനാണ്. ഞാൻ അതുപോലെ തന്നെ ഒരു 60-കാരൻ വന്നിട്ട് പറയുന്നു ഞാൻ 6 വയസ്സുള്ള ബേബി, ചെറിയ 3 വയസ്സുള്ള ബേബിയാണ്. അതിനനുസരിച്ച് പാല് കുടിക്കുന്നു. അപ്പൊ ഈ രൂപത്തിലുള്ള ഒരുപാട് വിഡ്ഢിത്തങ്ങളിലേക്ക് എന്ന് നമുക്ക് തോന്നാവുന്ന ഒരുപാട് അബദ്ധങ്ങളിലേക്ക് സമൂഹം എത്തിപ്പെടുന്ന അവസ്ഥയാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ അവരുടെ ജെൻഡർ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ ഒരുപാട് ഇതുപോലത്തെ ഇഷ്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് പാശ്ചാത്യ ലോകത്ത് കാണാൻ സാധിക്കും. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ലിബറൽ ലോകം തന്നെ എന്തുകൊണ്ട് ലിബറലിസത്തെ നമ്മൾ അംഗീകരിക്കരുത് എന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി മാറുന്നു. നെക്സ്റ്റ് ഒരു സാമൂഹിക പ്രശ്നം ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ലിയാ തോമസ് എന്ന് പറയുന്നത് ഇദ്ദേഹം ആണായിരുന്നു. അദ്ദേഹം ആണുങ്ങളുടെ നീന്തൽ മത്സരത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ലിയാ തോമസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ സ്വയം പെണ്ണായിട്ട് ഐഡന്റിഫൈ ചെയ്തു. എന്റെ ജെൻഡർ ഞാൻ പെണ്ണായിട്ടാണ് സ്വയം കണ്ടെത്തുന്നത് അദ്ദേഹം പ്രഖ്യാപിച്ചു. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കണം, പെണ്ണായിട്ട് അംഗീകരിക്കണം, ലിബറൽ വാദം പ്രകാരം അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിച്ചു അദ്ദേഹം സ്ത്രീകളുടെ നീന്തൽ മത്സരത്തിൽ അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹം 1ാം സ്ഥാനത്തായി. അവിടെ 400-ാം സ്ഥാനത്തുള്ള അദ്ദേഹം ഇവിടെ വന്നപ്പോൾ 1ാം സ്ഥാനത്തെത്തി. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഈ സ്ത്രീകളുടെ ഈ നീന്തൽ മത്സരത്തിൽ ചാമ്പ്യൻ ആയിരുന്ന സ്ത്രീ അവരുടെ കൃത്യത്തെ ഭയങ്കരമായി ശബ്ദിക്കുകയും പിന്നീട് അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇവരുടെ ഡ്രസ്സിംഗ് റൂമിൽ ഒരുമിച്ച് വരുന്നതിന്റെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവുകയും അവസാനം ബാൻ ചെയ്യുന്ന അവസ്ഥയാണ് ഇപ്പൊ കാര്യങ്ങളുടെ കിടപ്പ്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, സമൂഹത്തെ എത്ര വലിയ അബ്സർഡിറ്റിയിലേക്കാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ ഈ പറഞ്ഞ വ്യക്തിവാദത്തിന്റെ അതിർകവിച്ച് അപ്പൊ നിങ്ങൾക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അത് നിങ്ങളുടെ സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിൽ അവിടെ നിങ്ങളുടെ സ്വാതന്ത്ര്യം ഒന്ന് ലിമിറ്റ് ആവും, സ്വാഭാവികമാണ്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ വ്യക്തിവാദത്തിന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും അതിരി കവിച്ച് ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിച്ചു എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം. ഞാൻ ആദ്യം കാണിച്ച ചിത്രങ്ങൾ മനസ്സിലുണ്ടാവുകയായിരുന്നു. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇല്ലാത്തതാണ് ജീവിതത്തിന്റെ ആനന്ദമെന്ന് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിച്ചു പോകരുത്. നിങ്ങളുടെ ഗെയിം നിങ്ങൾക്ക് രസകരമാകുന്നത്, നിങ്ങളുടെ കളികൾ നിങ്ങൾക്ക് രസകരമാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ജീവിതം ആസ്വദിക്കണമെങ്കിൽ അതിലില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരൂ എന്ന് നിങ്ങളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നിങ്ങളൊരു സ്വാതന്ത്ര്യത്തിലേക്കോ സന്തോഷത്തിലേക്കോ ആനന്ദത്തിലേക്കോ നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്നത് കൂടുതൽ ദുരന്തത്തിലേക്കും അപകടങ്ങളിലേക്കുമാണ്, കൂടുതൽ അബ്സർഡിറ്റിയിലേക്കാണ്, മണ്ടത്തരങ്ങളിലേക്കാണ് എന്നാണ് പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. സെക്കൻഡ് പോയിന്റ് ആയിക്കൊണ്ട് ഇതൊക്കെ അതേ കേസുകളാണ്, സെയിം കേസുകളാണ്, പലതരത്തിലുള്ള സ്വയം ഐഡന്റിഫൈ ചെയ്യുന്ന ആളുകളാണ്. ഓക്കെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു കാർ ഓടിച്ചെങ്കിലും പോവാണ്, ഇങ്ങനെ ഒറ്റക്കാണ്, നല്ല മഞ്ഞുണ്ട്, നല്ലൊരു സ്ഥലത്തിലൂടെ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നിങ്ങൾ ഇമാജിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ പോണ വഴിയിലൊക്കെ ഇതുപോലുള്ള ഓരോ സിഗ്നൽസ് കാണുന്നുണ്ട്. ഇവിടെ അപകടമുണ്ട്, ഇവിടെ കുഴിയുണ്ട്, ഇവിടെ ഇതുണ്ട്, അതുണ്ട്, ഇതുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സിഗ്നൽസ് കാണുമ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കുക? ഈ സിഗ്നൽസ് ഒക്കെ എന്റെ ജീവിതത്തില് എന്റെ ഒരു യാത്രക്ക് അപകടകരമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഫ്രീഡത്തെ കവർന്നു വെക്കുന്ന ഒരു വസ്തുവാണ് ഈ സിഗ്നൽ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുക. അല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അനുഗ്രഹമാണ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടായത് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആണ്. എന്തുകൊണ്ടാണ് യൂസ്ഫുൾ ആകുന്നത്? നിങ്ങൾ കുറെ അപകടത്തിൽ നിന്ന് രക്ഷിക്കും, നിങ്ങൾ കുറെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കും. കൃത്യമായിക്കൊണ്ട് സൂചന ബോർഡ് കിട്ടുന്നു, ഇത് യൂട്ടേണാണ് വരാൻ പോകുന്നത്, ശ്രദ്ധിക്കണം, യൂട്ടേണാണ്. അതുപോലെ ഇവിടെ അപകട സാധ്യത കൂടുതലുള്ള മേഖലയാണ്, ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ എന്തായിട്ടാണ് കാണാം, എന്തൊക്കെയാണ് കാണാം? യൂസ്ഫുൾ ആയിട്ടുള്ള, ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ആ യാത്രയിൽ കിട്ടിയ നല്ലൊരു സമ്മാനമായിട്ടാണ് നിങ്ങൾ കാണാം. ചിലപ്പോൾ നിങ്ങൾ അധികാരികൾ അഭിനന്ദിക്കും, ഈ റോഡ് ഉണ്ടാക്കിയത് സമ്മതിക്കണം, ഇവിടുത്തെ ഭരണാധികാരികളൊക്കെ സൂപ്പറാണ്, എന്തായാലും ഇവിടെ ഇത് ഭരിക്കുന്ന മന്ത്രി അയാൾ ഉഷാറാണ്, ഇത് നമ്മൾ പറയും. അപ്പൊ ഞാൻ പറഞ്ഞതാണെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ അയക്കുന്നു, നിങ്ങൾക്ക് ഗൈഡൻസ് തരുന്നു, നിങ്ങൾ അത് കഴിക്കരുത്, കുടിക്കരുത്, ഇത് നിങ്ങൾക്ക് അപകടമാണ്, പ്രശ്നമാണ് എന്ന് നിങ്ങളെ നിരന്തരം കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറയുന്ന ചുരുക്കം എന്താ വെച്ചാൽ ആ രൂപത്തിൽ അതിനെ കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ചില റൂൾസ് ഉണ്ട്, റെഗുലേഷൻസ് ഉണ്ട്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും പരിമിതപ്പെടുത്തുകയില്ല, കൂടുതൽ സന്തോഷത്തോടുകൂടി ജീവിതത്തെ ആസ്വദിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുക എന്ന് നമ്മൾ തിരിച്ചറിയാം. ഓക്കെ, ഇത് അതേ സെയിം എക്സാമ്പിൾ തന്നെയാണ്. അഥവാ നിങ്ങൾക്ക് ഒരു മാപ്പ് ലഭിക്കുന്നത് പോലെയാണ്.
ഓക്കെ, അപ്പൊ ഞാൻ ഉദാഹരണം പറയാം. പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് ഉറങ്ങിപ്പോയി, എല്ലാവരും ഉറങ്ങിപ്പോയി, പെട്ടെന്ന് ഒരു ഉറക്കം അല്ലെങ്കിൽ ഗംഭീര ഉറക്കം. ഓക്കെ, അപ്പോ ഉറങ്ങിക്കഴിഞ്ഞപ്പോ നിങ്ങൾ എഴുന്നേറ്റപ്പോ നിങ്ങളൊരു നഗരത്തിലാണ്, ഒതായിരൊന്നല്ല. ഒന്ന് ആലോചിക്കണം, ഒതായിരൊരു ഞാനിപ്പോ ഇത് ഏത് സ്ഥലം, ഇത് ഏത് വണ്ടി, നമ്മൾ ആലോചിക്കണം ഏതാ സ്ഥലം. ഒരു മനുഷ്യനെ കാണാനില്ല, ചോദിക്കാൻ നമുക്ക് ഒരു മനുഷ്യൻ പോലും മുന്നിലില്ല. അപ്പോ നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ നിൽക്കുകയാണ്. സ്വാഭാവികമായി നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് നമ്മുടെ മനസ്സിലുണ്ടാകുക? എങ്ങനെ ഉണ്ടാവുക? എന്താ ഉണ്ടാവുക? പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് ഉറങ്ങിപ്പോയി, പിന്നെ നിങ്ങൾ എണീക്കുന്നത് ഒരു വലിയ നഗരത്തിന്റെ മുന്നിലാണ്. പിന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യങ്ങൾ എന്താവും? ഞാൻ അങ്ങനെ ഇവിടെ എത്തി, ആരെങ്കിലും ഇവിടെ എത്തിച്ച്, ഇന്നലെ ഒന്നായിരം ഉറങ്ങിയാൽ പറയാം, പ്രത്യേക സ്ഥലം, ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ചോദ്യങ്ങൾ എന്നുള്ളത്. ഓക്കെ, പെട്ടെന്ന് നിങ്ങൾക്ക് ഇതേപോലെ ഒരു സാധനം കിട്ടാണ്, ഒരു ടാബ് അല്ലെങ്കിൽ ഒരു മാപ്പ്. അപ്പൊ അതിന് പ്രത്യേകിച്ച് അടയാളം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന ഏരിയയിലാണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് നിങ്ങളെ ഡെസ്റ്റിനേഷൻ, ഇവിടേക്ക് എത്തി നിങ്ങൾ വിജയിച്ചു. ഇപ്പോ നമ്മളെ എങ്ങനെ ഡോർക്ക് മാപ്പ് ഉണ്ടല്ലേ, ഡോർക്ക് മാപ്പ് വരും. അപ്പൊ ആ മാപ്പ് കാണുമ്പോൾ മാപ്പിൽ നോക്കുമ്പോൾ ഡെസ്റ്റിനേഷൻ ഇവിടെയാണ്. ആ ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ ഡോർ വിജയിച്ചു. ഇവിടെ കുറുതലി ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഓക്കെ, ഇവിടെ അപകടമുണ്ട്, ഇവിടെ പോകരുത്, ഇവിടെ കൊളസൊക്കെ ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് വേണ്ട റിസോഴ്സ് ഉണ്ട്. ഇത് സ്വാഭാവികമായിട്ടും ആ യാത്രയിൽ നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്തായിരിക്കും? മാപ്പായിരിക്കും. നമ്മളെ മാപ്പ് വലിച്ചെറിയുന്നു. ഇതിന് പറയുന്നു എനിക്കൊരു ഫ്രീഡം വേണം, എനിക്കൊരു ഹാപ്പിനെസ് വേണം, ഈ മാപ്പില്ലാതെ മുന്നോട്ട് പോയാൽ സക്സസ് ആവാൻ നമ്മൾ പറയോ? നോ, നമ്മളെ ഗിഫ്റ്റ് നിങ്ങൾ ഈ ജീവിതത്തിലേക്ക് ജനിച്ചു വീഴുന്നു. നിങ്ങൾ അടിസ്ഥാനപരമായ ചില ചോദ്യം ചോദിക്കുന്നു. എന്താ ചോദിക്കാം? ആരാണ് നിങ്ങളുടെ മുട്ട്? അതായത് ഈ മാന്യം മോളായി മകനായി ആരാണ് എന്നെ ജനിപ്പിച്ചത്? ഈ ജീവിതം എന്തിനാണ്? എന്റെ കൂടെ ജീവിച്ചവരൊക്കെ മരിച്ചു പോകുന്നു, ഈ മരിച്ചവരൊക്കെ ഒടുക്കാണ് പോകുന്നത്. അങ്ങനെ കുറെ അടിസ്ഥാനപരമായ ചോദ്യം നമ്മുടെ മനസ്സിലുണ്ട്. നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ് നബിമാരെ അയച്ച് നിങ്ങളെ പഠിപ്പിക്കുന്നു എന്തിനാണ് നിങ്ങളുടെ ജീവിതം. ഈ ജീവിതം ഒരു പരീക്ഷണമാണ്. എങ്ങോട്ടാണ് പോകുന്നത്, എവിടേക്കാണ് എത്തുന്നത്, നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്താണ്, അവിടെ വിജയിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നാളെ പരലോകത്തേക്കുള്ള ഒരു പരീക്ഷണമാണ്. അപ്പൊ നിങ്ങളുടെ മതം എന്നുള്ളത് നിങ്ങളെ റെസ്ട്രിക്ട് ചെയ്യുന്ന, നിങ്ങളെ ഇടുക്കുന്ന, നിങ്ങളുടെ സന്തോഷം വരുന്ന ഒരു വസ്തുവല്ല. അത് നിങ്ങൾക്ക് കിട്ടിയ ഗിഫ്റ്റാണ്, ജീവിതത്തിൽ കിട്ടിയ ഗിഫ്റ്റാണ്. അത് നിങ്ങൾക്ക് വഴി പറഞ്ഞു തരുന്നു, കുഴികളെ കുറിച്ച് സൂചിപ്പിക്കുന്നു, കൊള്ളസംഘത്തെ കുറിച്ച് പറഞ്ഞു തരുന്നു. പോകരുത്, തുടരുത്, വീഴും, വഴി കിട്ടും, ഇവിടെ പോയാൽ റിസോഴ്സ് നിങ്ങൾ ചെയ്തോളൂ, ഇത് ചെയ്താൽ ഇവിടെ എത്തും, നിങ്ങൾ എനർജി ഉണ്ടാവും. ഓക്കെ, അപ്പൊ മതത്തെ, വിശ്വാസത്തെ, വിധിവിലക്കുകളെ, ഹറാമുകളെ, ഹലാലുകളെ നിങ്ങൾ സമ്മാനമായി ഗിഫ്റ്റ് ആയിക്കൊണ്ട് ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മതത്തെ ആസ്വദിക്കാൻ സാധിക്കുകയില്ല. മതത്തിൽ ഓരോ രക്ഷിച്ചാൽ നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടാവില്ല, കാരണം ഫാഷൻ അതായിരിക്കില്ല, ട്രെൻഡ് അതായിരിക്കില്ല, നിങ്ങൾക്ക് അത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അറിയാം, എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചു, അതിലാണ് നന്മയുള്ളത്. ആ റബ്ബിന്റെ മാപ്പിൽ അത് കൃത്യമായി റബ്ബ് പറഞ്ഞു തരുന്നുണ്ട്, ഇവിടേക്ക് വിജയിക്കാൻ ഇതാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ അത് സ്വീകരിക്കുന്നു. ഇത് കുടിക്കരുത്, ഇത് കഴിക്കരുത്, എനിക്ക് കഴിക്കാൻ താല്പര്യമുണ്ട്, അത് കുടിക്കാൻ താല്പര്യമുണ്ട് മദ്യം, പക്ഷേ എന്റെ റബ്ബ് പറഞ്ഞു അത് കഴിക്കരുത്, ഞാനത് കഴിക്കുന്നില്ല, അതെനിക്ക് അപകടകരമാണ്, പ്രശ്നമാണ് എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതാണ്. അപ്പോ സ്വന്തം വിശ്വാസത്തിന്റെ വിധിവിലക്കുകളെ ഒരു ഗിഫ്റ്റ് ആയിട്ട് സ്വീകരിച്ച് അതിനെ ആസ്വദിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് സൂചിപ്പിക്കാറ്. ഓക്കെ, ഓക്കെ, ഒന്നുകൂടി പറയുന്നത്, ഇങ്ങനെ ഒരു കണ്ണട വെച്ച് നിങ്ങൾ ലോകത്തെ നോക്കിയാൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? നീല. ഓക്കെ, നെക്സ്റ്റ്. ഇത് വെച്ച് നിങ്ങൾ ലോകത്തെ നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് കാണാൻ പറ്റുക? പച്ച. അപ്പൊ നമ്മൾ നോക്കുന്ന കണ്ണട ഏതാണ്, അതിനനുസരിച്ചാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാഴ്ച വ്യത്യസ്തപ്പെടുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് വെച്ചാൽ നമ്മൾ പലപ്പോഴും ജീവിതത്തെ വീക്ഷിക്കുന്നത് ലിബറലിസത്തിന്റെയോ ഭൗതികവാദത്തിന്റെയോ കണ്ണട വെച്ചിട്ടാണ്. ഈ ഭൗതികവാദത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറഞ്ഞാൽ ഈ മരണത്തോടുകൂടി അവസാനിക്കുന്നു, അതോടുകൂടി തീർന്നു. പിന്നെ ജീവിതത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ലഭിക്കാനോ നേട്ടമോ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല ജീവിതത്തിൽ, അതോടുകൂടി തീർന്നു. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ പരീക്ഷണമാണ്. എന്തുകൊണ്ടാണ് ലിബറലുകൾ ഇത്തരത്തിലുള്ള ഒരു ജീവിതത്തെ പുഷ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം അടിച്ചു പൊളിക്കലാണ് നമ്മുടെ ലക്ഷ്യം. ജീവിതത്തിൽ ഒരു ഫേമസ് ആവലാണെങ്കിൽ അതൊന്നും ആവുന്നതിന് പ്രശ്നമൊന്നുമില്ല. നമ്മൾ വെച്ചാൽ ജീവിതത്തിൽ ഇന്ന കാര്യങ്ങളൊക്കെ ആവലാണ് നമ്മുടെ ജീവിതത്തിന്റെ സക്സസ് എന്ന് നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുന്ന സംഗതി, അവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തോടു കൂടി മരണത്തോടു കൂടി എല്ലാം അവസാനിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല.
നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയുണ്ട് കൃത്യമായി. എന്തിനാണ് ജീവിതം? ജീവിതം ഒരു പരീക്ഷണമാണ്. അള്ളാഹു നിങ്ങളെ എല്ലാ രൂപത്തിലും പരീക്ഷിക്കും. നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കും, നിങ്ങളുടെ ത്യാഗം പരീക്ഷിക്കും, നിങ്ങളുടെ നന്ദി പരീക്ഷിക്കും, എല്ലാം അള്ളാഹു പരീക്ഷിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ലോകത്തെ നോക്കുന്ന കണ്ണട വ്യത്യസ്തമാണ്. നമ്മൾ പലപ്പോഴും ലിബറലിസത്തിന്റെ കണ്ണട എടുത്ത് നോക്കും. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും മതപരമായ വിധിവിലക്കുകളൊക്കെ നമ്മൾക്ക് എന്തായി തോന്നും? റെസ്ട്രിക്ഷനായി, ഒരു ശങ്കലയായി, ഒരു പ്രശ്നമായി നമ്മൾക്ക് അനുഭവപ്പെടും. അതേസമയം നമ്മൾ ഇസ്ലാമിന്റെ കണ്ണട വെച്ച് ലോകത്തെ വീക്ഷിക്കുക. അപ്പൊ ജീവിതം കൂടുതൽ സുന്ദരമാകും. ജീവിതത്തിലെ ഏത് പ്രശ്നങ്ങളും നമ്മൾക്ക് ആസ്വദിക്കാൻ പറ്റും. ഒരു സംഭവം പറഞ്ഞ് നമ്മളിത് അവസാനിപ്പിക്കുക. ആ സംഭവം ഇങ്ങനെയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയ കിടക്കാം. ഒരു സ്വഹാബി കാണാൻ വന്നു. എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? റസൂലെ കാണാൻ വന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് രണ്ടാളെ പനിയുണ്ട്. അപ്പൊ സ്വഹാബി തിരിച്ചു ചോദിക്കണേ, എനിക്ക് രണ്ടാളെ പ്രതിഫലം കിട്ടൂലേ? പ്രയാസത്തിലാണ്. അപ്പൊ സ്വഹാബി ചോദിക്കണേ, റസൂലെ നിങ്ങൾക്ക് രണ്ടാളെ പ്രതിഫലം കിട്ടില്ല. അപ്പൊ റസൂൽ രണ്ടാളെ പ്രതിഫലം കിട്ടും. ആ മെന്റാലിറ്റി ജീവിതം ഒരു പരീക്ഷണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രയാസം പോലും അത് അള്ളാഹു എനിക്ക് നൽകിയതാണ്. ജീവിതത്തെ നേരിടാനുള്ള ഒരു കരുത്ത് നമ്മൾക്ക് രൂപപ്പെടും. ഏത് പ്രതിസന്ധി വന്നാലും ഇത് അള്ളാഹുവിനെ പരീക്ഷിക്കുന്നതാണ്. ഇത് നമ്മൾക്കെല്ലാം വേറെ ആർക്കും ഉണ്ടാവില്ല. യൂസുഫ് അലൈഹി സ്വലാമിയുടെ ഉദ്ഘാടനത്തിൽ പറഞ്ഞ ഹദീസ്, അജബൽ യൗമിൽ മുഅ്മിൻ, വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ്. എന്തുകൊണ്ടാണ് അത്ഭുതമാകുന്നത്? അവരെന്ത് സംഭവിച്ചാലും നന്മയാണ്. അള്ളാഹു ഖൈർ നൽകിയാൽ നന്ദി കാണിക്കും, എന്തെങ്കിലും പ്രയാസം നൽകിയാൽ അവൻ ക്ഷമിക്കും. വിശ്വാസിക്ക് മാത്രമേ സംഭവിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞതാണെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണട അത് നമ്മുടെ അടിച്ചൊന്ന് തുടച്ചു നോക്കണം. നമ്മൾ ഈ ലിബറലിസത്തിന്റെയും സോഷ്യൽ മീഡിയയിലൂടെ കയറി ഇറങ്ങി ജീവിതം എന്ന് പറഞ്ഞാൽ അത് അടിച്ചു പൊളിക്കാനുള്ളതാണ് നമ്മുടെ ലക്ഷ്യവും. നമ്മുടെ എല്ലാം സ്വാഭാവികമായി പിന്നെ ദീനിനെ വീക്ഷിക്കുമ്പോൾ ദീൻ പ്രയാസമായി മാറും. അപ്പൊ നമ്മുടെ കണ്ണടകൾ അത് ശരിയല്ലെന്ന് ഉറപ്പുവരുത്തുക. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തെ അള്ളാഹുവിന്റെ സമ്മാനമായി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നത് വിജയമാണെന്ന് തിരിച്ചറിയാനും ജീവിതം എന്തിനാണെന്ന തിരിച്ചറിവ് നമ്മുടെ മനസ്സിൽ സന്നിവേശിപ്പിക്കാനും നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. സമയമില്ല, നമ്മൾ എന്ത് ചെയ്യാം? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അവസാനിപ്പിക്കണം. അപ്പോ ക്യാമ്പസിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ള ഒന്നേ സംഗതിയുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഏറെ പരിഹസിക്കപ്പെടുകയും നമ്മൾ മതമനുസരിച്ച് മതത്തിന്റെ വിധിവിലക്കനുസരിച്ച് ഹിജാബ് അനുസരിച്ച് വസ്ത്രം ധരിക്കുന്നു, നെരിയാണിക്കുള്ളിൽ പാന്റ് ധരിക്കുന്നത് മുതൽ അത് ചെറിയ കാര്യങ്ങളാണ്. ഇത് തൊട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ മദ്യപിക്കുന്നില്ല, ഏതെങ്കിലും ലഹരിയുടെ കൂടെ പോകുന്നില്ല, പലതും നമ്മൾ ചെയ്യുന്നില്ല. അവർ പറയുന്നത് വൈബ് മിസ്സാവുന്നുണ്ട്. അല്ല, നമുക്ക് വൈബ് മിസ്സാവുന്നൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് യഥാർത്ഥ വൈബ് എന്ന് നമ്മൾക്ക് അറിയാം. എന്തിനാണ് നമ്മൾ ഈ മുതലാളിത്തത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന പരിപാടികളെയാണ് അവരെന്ത് ചെയ്യുക? സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. അപ്പൊ ഈ ലിബറൽ ലോകക്രമം ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയുണ്ട്. ഈ സാമൂഹ്യ വ്യവസ്ഥയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനുഷ്യരെ പരമാവധി ചൂഷണം ചെയ്യാൻ അവർക്ക് പറ്റണം, നല്ല ലാഭം ഉണ്ടാകുള്ളൂ. അപ്പൊ നിങ്ങൾ നോക്കുക, ലോകത്തെ ഏറ്റവും വലിയ ലാഭം ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രികൾ ഏതാണ്? ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാകുന്ന കച്ചവടം ഏതാണ്? മദ്യവും മയക്കുമരുന്നുമാണ് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ടോപ്പ് 10 ഇൻഡസ്ട്രികൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെ നേർക്കുനേരെ പ്രായോഗികമായി എതിർക്കുന്ന സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുന്ന ഒരേ ഒരു സംവിധാനമേ ഉള്ളൂ. അതെന്താണ്? ഇസ്ലാമാണ്. ഇസ്ലാമാണ് പറയുമ്പോൾ നിങ്ങൾ ഇതിന്റെ ഒരു ആഴം മനസ്സിലാക്കുന്നത് നമുക്ക് അറിയില്ല. എത്രത്തോളം വെച്ചാൽ നിങ്ങൾ ആലോചിക്കുക, അള്ളാഹു റസൂൽ പറയുന്നു നിങ്ങൾ മദ്യപിക്കരുത്, മദ്യം മുഴുവൻ തിന്മകളുടെയും മാതാവാണ്. ഖുർആൻ പറയുന്നു നിങ്ങൾക്ക് ഇത് വിരമിക്കാറായില്ല. അപ്പൊ ഖുർആനിൽ ഒരു അറബി വാചകമുണ്ട്. അതുകൊണ്ട് 90 കോടി മുസ്ലിങ്ങൾ, ഇപ്പൊ നിങ്ങൾ അറിയുന്ന 100 കോടി മുസ്ലിങ്ങളുണ്ട്, ഉദാഹരണം പറയാം. അതിൽ 90 കോടി മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? വിശ്വാസം അനുസരിച്ചിരിക്കുന്ന മുസ്ലിങ്ങൾ മദ്യപിക്കുന്നില്ല. എന്തുകൊണ്ട് മദ്യപിക്കുന്നില്ല? 6 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു പ്രവാചകൻ അവരോട് മദ്യപിക്കരുത്. അവരെ കച്ചവടത്തിന്റെ വലിയൊരു ശതമാനം നഷ്ടപ്പെടുന്നു. ഒന്നാണ് ഫോട്ടോഗ്രാഫി, ഏറ്റവും വലിയ ഇൻഡസ്ട്രികൾ ഒന്നാണ്. അതാണ് പറഞ്ഞിട്ടുള്ളത്, ഒരു സ്ത്രീയിലേക്ക് അന്യ സ്ത്രീയിലേക്ക് അനാവശ്യമായിട്ടുള്ള നോട്ടം ഉണ്ടാകാൻ പാടില്ല. ഇത്തരം കാഴ്ച അശ്ലീലത ഒരിക്കലും നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പൊ വലിയ കസ്റ്റമേഴ്സിനെ അവിടെ നഷ്ടമാകുന്നു. വ്യഭിചാര സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. ഒരു ഗ്രന്ഥം കൊണ്ട്, ഒരു പ്രവാചകനെ കൊണ്ട് ഇതിനെ മുഴുവൻ തടുത്തു നിർത്തുന്ന ഒരു സമൂഹമായിക്കൊണ്ട് മുസ്ലിം സമൂഹം മാറുന്നു. ഇതിന്റെ കാരണക്കാരാണ് ഇസ്ലാമാണ്. അപ്പൊ സ്വാഭാവികമായി ഇസ്ലാം അറ്റാക്ക് ചെയ്യപ്പെടുക.
ഇസ്ലാമിനെ കുറിച്ച് അപവാദങ്ങൾ പറയാം, ഇസ്ലാമിനെ വക്രീകരിക്കുക, ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ അഭിമാനത്തോടു കൂടി ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഡിസൈനുകൾ ഫോളോ ചെയ്യുന്ന ഒരു താന്തോന്നിയല്ല, ഒരു ലിബറലല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവ്, ആ സൃഷ്ടാവ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൽകിയ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. അതിൽ നിങ്ങൾ അഭിമാനിക്കുക. അതിന്റെ അടയാളങ്ങൾ, അതിന്റെ ചിഹ്നങ്ങളെല്ലാം, അതിന്റെ സംസ്കാരം എല്ലാ രംഗത്തും നിങ്ങൾ കൊണ്ടു നടക്കുക. ക്യാമ്പസിലാണെങ്കിലും ക്യാമ്പസിന് പുറത്താണെങ്കിലും ഓൺലൈനാണെങ്കിലും ഓഫ്ലൈനാണെങ്കിലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്ലാമിനെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നത് അള്ളാഹുവിന്റെ ദീനാണ്. അത് വളരുക തന്നെ ചെയ്യും, അത് വിജയിക്കുക തന്നെ ചെയ്യും. ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി നൊറാം ബാങ്ക് എന്ന് പറയുന്ന നെതർലാൻഡിലെ ഒരു MP ആയിരുന്നു. ഇദ്ദേഹം MP ആണെന്ന് മാത്രമല്ല, ഇദ്ദേഹം കടുത്ത ഇസ്ലാമോഫോബാണ്, കടുത്ത ഇസ്ലാം വിരോധിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ന് വെച്ചാൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ വിഷമാണ്, നിരന്തരം പ്രസംഗിക്കുമായിരുന്നു. ഇസ്ലാമിനെ നെതർലാൻഡിൽ നിന്ന് നിരോധിക്കണം എന്ന് പ്രഖ്യാപിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നീട് അദ്ദേഹം കുറച്ച് കാലം കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി. അദ്ദേഹത്തിന്റെ ആഗ്രഹം ഈ ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച്, ഇസ്ലാമിന്റെ അപകടത്തെ കുറിച്ച് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു പുസ്തകം എഴുതണം. ഇസ്ലാം അപകടകരമാണ്, പ്രശ്നമാണ് എന്ന് നെതർലാൻഡിലെ മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ പുസ്തകം എഴുതണം. പുസ്തകം എഴുതാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ അദ്ദേഹം പുസ്തകം എഴുതാൻ വേണ്ടി ഖുർആൻ പഠിക്കാൻ തുടങ്ങി. ഖുർആൻ പഠിക്കാൻ തുടങ്ങി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പഠിച്ച് അദ്ദേഹം അവസാനം മുസ്ലിമായി മാറി. ഇപ്പൊ നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇസ്ലാമിന്റെ ഭംഗിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു മുസ്ലിമിനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഞാൻ സൂചിപ്പിക്കുന്നത് വെച്ചാൽ അള്ളാഹുവിന്റെ ദീൻ അതൊരു മനുഷ്യന്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്നതാണ്, സൗന്ദര്യം നൽകുന്നതാണ്. പക്ഷേ പ്രൊപ്പഗണ്ടകളും സോഷ്യൽ മീഡിയയിൽ കുറെ ഇൻഫ്ലുവൻസേഴ്സ് നമ്മളോട് വന്നിങ്ങനെ പറയുന്നത് നിങ്ങളുടെ ദീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കെട്ടാണ്, പ്രയാസമാണ്. അല്ല, പ്രയാസമല്ല. അതെന്റെ ജീവിതത്തിൽ കൂടുതൽ സൗന്ദര്യം നൽകുന്നതാണ്, ലോകത്തിൽ കൂടുതൽ ഭംഗിയോട് കൂടി എന്നെ കാണാൻ പ്രേരിപ്പിക്കുന്നതാണ്, ഏത് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും മറികടക്കാൻ എനിക്ക് കരുത്തു നൽകുന്നതാണ്. ഇത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം. ഇസ്ലാം എന്തായാലും വിജയിക്കും, കാരണം അള്ളാഹുവിന്റെ ദീനാണ്. നിങ്ങളുടെ സഹായമൊന്നും ആവശ്യമില്ല. ഇസ്ലാമിന്റെ കൂടെ നിങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്കും വിജയിക്കാം, നിങ്ങളില്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെടും. അത്ര മാത്രമേ ഇതിലുള്ളൂ. അതുകൊണ്ട് ഇതിനനുസരിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലക്ഷ്യം സ്വർഗമാകട്ടെ, ലക്ഷ്യം പരലോകത്തെ വിജയമാകട്ടെ. അഭിമാനത്തോടു കൂടി ഇസ്ലാമിനെ മുന്നേ പിടിച്ച് മറ്റ് ഇസ്ലാങ്ങളോടൊക്കെ നോ പറയാൻ സാധിക്കുന്ന, തിന്മകളോടൊക്കെ നോ പറയാൻ സാധിക്കുന്ന ഒരു ഇസ്സത്തുള്ള തലമുറയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും വളർത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ലാസ്റ്റ് സ്ലൈഡ്. ക്യാമ്പസ് ലൈഫ് അതാണ് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സ്ഥലവും സമയവുമാണ് ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, ഞാനതിന് മുമ്പ് കാണിച്ചൊരു ഹദീസ് അത് മിസ്സായി. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ക്യാമ്പസ് ലൈഫ് നല്ലൊരു അവസരമാണ്. നല്ലൊരു അവസരമാണെന്ന് പറയുമ്പോൾ നന്മക്ക് ഒരുപാട് അവസരങ്ങൾ ഉള്ള സ്ഥലമാണ്. ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളുണ്ടാവും, മാനസികമായ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ടാവും, പലതും പല സ്കില്ലും കുറവുള്ള കുട്ടികളുണ്ടാവും. നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യും ഒരുപാട് നന്മകൾ നേടാൻ പറ്റിയ സ്ഥലമാണ് സത്യത്തിൽ ക്യാമ്പസുകൾ എന്ന് പറയുന്നത്. റസൂൽ പറയുന്നുണ്ട്, നന്മയോട് നമ്മൾക്കുണ്ടാവുന്ന ഒരു താല്പര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നന്മയിൽ ഒന്നിനെയും നിസ്സാരമാക്കരുത്. എത്രത്തോളം വെച്ചാൽ ഒരാളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് എന്താണ് സ്വതക്കയാണ്. നമ്മുടെ ഫ്രണ്ടിനെ കാണുമ്പോൾ, നമ്മുടെ സഹോദരനെ കാണുമ്പോൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹോദരിയെ കാണുമ്പോൾ നമ്മൾ പുഞ്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വതക്കയാണ്. ആ സ്വതക്ക പോലും നിങ്ങൾ വിട്ടുകളയരുത് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ അത്രയധികം നന്മകൾക്കുള്ള അവസരം നമ്മുടെ ക്യാമ്പസുകളിലുണ്ട്. അപ്പൊ ലഹരി കഴിയപ്പെട്ട കുട്ടികളുണ്ടാവും, അവരെ തിരികെ വിളിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതേ സമയത്ത് തന്നെ തിന്മകൾക്കുള്ള സാധ്യതകളും ക്യാമ്പസുകളിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ലഹരി ഉണ്ടാകും, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി അതിനെ പ്രേരിപ്പിക്കുന്നവരുണ്ടാകും, പലതരത്തിലുള്ള തിന്മകളുള്ള മനുഷ്യരുണ്ടാവും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ തിന്മകൾക്കെതിരെ സംസാരിക്കുകയും നന്മകളെ റീപ്ലേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അള്ളാഹുവിനുള്ള ഏറ്റവും പ്രതിഫലാർഹമായ കാലഘട്ടമായി നമ്മുടെ ക്യാമ്പസ് ജീവിതം മാറും എന്നുള്ളതാണ് ഓരോരുത്തരോട് ഓർമ്മപ്പെടുത്താറുള്ളത്. പക്ഷെ ഇതിൽ സംഭവിക്കുന്നതാണെന്ന് വെച്ചാൽ ചില പാരന്റ്സ് പറയുമ്പോൾ മകൻ ജീവിതത്തിൽ അകന്നു പോയിട്ടുണ്ടെന്ന് പറയും. അപ്പൊ നമ്മൾ സംസാരിക്കാൻ പറയുമ്പോൾ നമ്മള് മെസ്സേജ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെ പറയുന്നത് എന്താണ് പ്രശ്നം, എന്താണ് സംശയം എന്നൊക്കെ ചോദിക്കും. അപ്പോ സ്വാഭാവികമായിട്ടും നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവര് ദീനിനെ പറ്റി ഒന്നും അറിയില്ല. റസൂലിനെ പറ്റി കാര്യം പ്രശ്നം പറയാം, റസൂലിനെ ഒന്നും അറിയില്ല, അല്ലെങ്കിൽ ഇവർക്കൊന്നും അറിയില്ല.
അപ്പൊ സംഭവം എന്താണെന്ന് വെച്ചാൽ എന്താണ് സംഭവിക്കുക, ക്യാൻസർ എന്താണ് സംഭവിക്കുക, നമ്മളായിരിക്കും തിന്മയുടെ ഭാഗമാണ്, തിന്മയുടെ ഭാഗം. പിന്നെ പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഒഴിവാക്കാൻ പറ്റാത്ത സംഗതിയായി മാറും. പിന്നെ നമ്മൾക്കത് ന്യായീകരിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും അതിന് ഒരാളെ എതിർക്കും, അത് തെറ്റെങ്കിൽ മുസ്ലിം അല്ല, അത് ശരിയല്ല. അപ്പൊ നമ്മൾക്ക് അത് പറയുന്ന ആളോടും പറയുന്ന വിശ്വാസത്തോടും അനിഷ്ടങ്ങൾ തോന്നിത്തുടങ്ങും. പതുക്കെ അതൊരു എല്ലാ തരത്തിലുമുള്ള ഒരു വേർപെടലായിക്കൊണ്ട് രൂപപ്പെടാറാണ് ചെയ്യാറുള്ളത്. ഖുർആൻ പറയുന്നത് അവർ പ്രവർത്തിച്ചതിന്റെ നിമിത്തം അവരുടെ ഹൃദയങ്ങൾക്ക് കറപിടിച്ചു പോയിരിക്കുന്നു. സംഭവിക്കുക പലപ്പോഴും പല തിന്മകളും പല ഹറാമുകളും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോഴാണ്. ഇതിനെ കൂടി നമ്മൾ തൗബ ചെയ്യുന്നില്ല, അതിൽ നിന്നും മടങ്ങുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ അതിൽ ക്ഷണിച്ചു നിൽക്കുന്നു, മുന്നോട്ട് പോകുന്നു. അവസാനം പിന്നെ ഖുർആൻ പറഞ്ഞ പോലെ ഹൃദയം കറപിടിച്ച് പിന്നെ അവർക്ക് കേൾക്കൂല, അവർക്കൊന്നും മനസ്സിലാവില്ല. ഈ രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നതാണ്. ക്യാമ്പസ് ജീവിതത്തിൽ പലപ്പോഴും എന്താ പറയാ, ഈ വിശ്വാസത്തിൽ നിന്ന് പുറത്തുപോയി, ഇസ്ലാമിന് പുറത്തുപോയി എന്നൊക്കെ പറയുന്ന ആളുകൾ പരിശോധിക്കുമ്പോൾ ഖുർആനെ പഠിച്ച് ഇസ്ലാമിനെ പഠിച്ച് ഇത് ബുദ്ധിക്കും യുക്തിക്കൊന്നും യോജിച്ചതല്ല, ഇത് മണ്ടത്തരമാണ്, ഇത് മനുഷ്യരെ നശിപ്പിക്കുന്ന ഇങ്ങനെയൊന്നല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല തിന്മകളെ ന്യായീകരിക്കുന്നതിലേക്കാണ് ഭൂരിഭാഗം കേസുകൾ എത്താറുള്ളത്. അതുകൊണ്ട് നിങ്ങളോട് ക്യാമ്പസ് സ്റ്റുഡൻസുകളിൽ പറയാനുള്ളത്, ഹറാമുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ അത് നിങ്ങൾ സൂക്ഷിക്കുക. ഏത് ഹറാമാണെങ്കിലും തൗബ ചെയ്താൽ അല്ലാഹു നമുക്ക് പുറത്തു തരും. അല്ലാഹു അങ്ങേയറ്റം കാരുണ്യവാനാണ്, യാതൊരു സംശയ കാര്യത്തിൽ വേണ്ട. പക്ഷേ നിങ്ങൾ അതിൽ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതിൽ കൂടുതൽ സമയവും എനർജിയും നിങ്ങൾ ആ തിന്മയിൽ ഇങ്ങനെ ഉപയോഗിക്കുന്നതോറും കൂടുതൽ നിങ്ങളുടെ കറപിടിച്ചു പോകും. തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കഴുകി തരും. അതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ക്യാമ്പസ് ലൈഫിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയ ലഹരി, അതുപോലെ ഫോട്ടോഗ്രാഫി, ഇങ്ങനെ കുറെ അഡിക്ഷൻസ് ഉണ്ട്. ഈ അഡിക്ഷൻസുകളുടെ കഥകളെല്ലാം നമുക്ക് പറയാനുണ്ടാകേണ്ടത്. ഒരുപാട് മനുഷ്യർ ഉയർത്തിയ, ഒരുപാട് മനുഷ്യർക്ക് നിർമ്മലം ചെയ്ത ഒരു ഇസ്സത്തോടുകൂടി മുന്നോട്ട് പോകുക. അള്ളാഹു പ്രത്യേകം മറക്കാതിരിക്കുക. അള്ളാഹു നമ്മുടെ ശത്രുക്കളിൽ നിന്ന് ആ സമൂഹത്തെ അള്ളാഹു സംരക്ഷിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.